المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വിധികർത്താക്കളെ, കൂട്ടുകാരെ, മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് നിങ്ങളുമായി സംവദിക്കേണ്ടത് ഖുർആൻ മാർഗദർശിനി എന്ന വിഷയമായിട്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മുലക്ക് മുഖേന ഇറക്കിയതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യവചനങ്ങൾ ലഭിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറാഖിൽ ആയിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, ഇഖ്റ, വായിക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് മറുപടി നൽകി. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ, വായിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് മറുപടി നൽകി. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ കൂട്ടിപ്പിടിച്ച് സൂറത്തുൽ അലഖിലെ വചനങ്ങൾ ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നീ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. വായിക്കുക. നിന്റെ രക്ഷിതാവ് പേന കൊണ്ട് പഠിപ്പിച്ചവനായ ഏറ്റവും വലിയ ഔദാര്യവനാകുന്നു. മനുഷ്യനെ അറിയാത്തവനെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ തന്റെ സമൂഹത്തിന്റെ ബഹുദൈവ ആരാധനയും അങ്ങേയറ്റം വെറുത്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനെ തടയാനോ വിമർശിക്കാനോ സാധിച്ചിരുന്നില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലാക്കി നബി ഏകാന്തവാസം ഇഷ്ടപ്പെടുകയായിരുന്നു. അപ്പോഴാണ് മേൽ പറഞ്ഞ ഖുർആൻ വചനങ്ങളുമായി ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടത്. അല്ലാഹ് മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഖുർആൻ മുഖേനയായിരുന്നു. അറിവില്ലാത്ത സമുദായത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ആ സമുദായത്തിലേക്കാണ് അല്ലാഹ് ഖുർആനെ ഇറക്കിയത്. അന്ന് അറബികൾക്കിടയിൽ പലവിധ ദുർവൃത്തികൾ നിലനിന്നിരുന്നു. മദ്യപാനം, വ്യഭിചാരം, ചൂതാട്ടം, കൊള്ള മുതലായ നീച പ്രവർത്തനങ്ങൾക്കെല്ലാം മാറ്റം വന്നത് ഖുർആൻ മൂലമായിരുന്നു. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന് ഖുർആൻ ജനങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് മാർഗദർശനവും വഴികാട്ടിയുമാണ് ഖുർആൻ. അല്ലാഹ് പറയുന്നു, ഈ ഗ്രന്ഥം ഭയഭക്തന്മാർക്ക് മാർഗദർശനം നൽകുന്നതാണ്. സത്യവിശ്വാസികൾ ഉപദേശം നൽകാനും അവരെ സത്യത്തിലേക്ക് നയിക്കാനും ഈ ഖുർആൻ മൂലം സാധിച്ചു. അല്ലാഹ് മനുഷ്യരോട് പറഞ്ഞത് നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ വേണ്ടിയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറഞ്ഞത് മനുഷ്യരുടെ രക്ഷിതാവിന്റെ അനുസരണപ്രകാരം നീ ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവതരിപ്പിച്ചു എന്നായിരുന്നു. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളുമായിട്ടാണ് ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്നും സത്യവിശ്വാസികൾക്ക് മഹത്തായ പ്രതിഫലമുണ്ടെന്നും അല്ലാഹു നബിയോട് ഖുർആനിലൂടെ സഗൗരവം ഓർമ്മപ്പെടുത്തുന്നു. അതിനെ നിന്ദിക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും വലിയ താക്കീതാണ് ഖുർആൻ നൽകുന്നത്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവും അക്രമികൾക്ക് നഷ്ടമല്ലാതെ വർദ്ധിക്കുകയില്ല എന്നുമാണ്. സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹുവിന്റെ അടിമക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥത്തിൽ നിങ്ങൾ വല്ല സംശയമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങൾ സത്യം പറഞ്ഞവരാണെങ്കിൽ. അതുകൊണ്ട് സത്യവിശ്വാസികളെ നാം അല്ലാഹുവിന്റെ അടിമക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥം വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ ദാസന്മാരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ, ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.